എൻ്റെ ഏറ്റവും ബേസിക് ഒരു സംഭവം എന്ന് വെച്ചാൽ ചപ്പാത്തി ദാൽ അല്ലെങ്കിൽ റൊട്ടി ദാൽ എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ അരി വലുതായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. നേരെ വിപരീതമാണ് എൻ്റെ ഭാര്യ. 3 നേരവും അരിയാഹാരം കിട്ടിയാലും കഴിക്കും. അഹാനയുടെ പ്രത്യേകത വെച്ചാൽ ഏത് രാജ്യത്ത് പോകുന്നു അവിടെ എന്ത് കിട്ടുന്നോ അതേ കഴിക്കും. അതിന് പകരം ഇഷാനി ഓസിയും ഇങ്ങനെ ഗൂഗിൾ അടിക്കും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഏതൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, അവര് കഞ്ഞി തപ്പി നടക്കുന്നത്. അവസാനം കുറെ അരി മച്ചോടൊന്ന് വീട്ടിൽ തന്നെ പാചകം തുടങ്ങി. ലണ്ടനിൽ താമസിച്ചപ്പോൾ ഒരു രക്ഷയില്ല, അവർക്ക് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് അച്ചാറും മച്ച് ഇതും വെച്ച് ഇതായിരുന്നു തീറ്റി കഞ്ഞി. അപ്പൊ പുറത്തു പോയി ട്രൈ ചെയ്തതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഫുഡ് ഹാബിറ്റ്സ് എന്താ? ഫുഡ് എന്തൊക്കെയാ? ഞാനും ഏകദേശം അഹാനയുടെ സ്വഭാവമാണ്. എവിടെ ചെല്ലുന്നോ അവിടെ എന്ത് കിട്ടുന്നോ അതങ്ങ് കഴിക്കും. അതാണ് എൻ്റെ. ഓസി ഏതൊരു വീഡിയോക്കകത്ത് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ പേര് പറഞ്ഞാൽ അമ്മ അത് കഴിക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അത് ഒരുപാട് കട്ട് വീഡിയോ, ഒരു കോമഡി പോലെ. അമ്മൂന് അവിടെ ചെന്ന് എന്താണെന്ന് പോലും അറിയണ്ട, അവിടെ ഇങ്ങനെ നോക്കും. ഒരു പിടിയും കിട്ടാത്ത സാധനവും വാങ്ങിച്ച് കഴിച്ചു കളയും. അവള് പക്ഷെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴിക്കും. ഏത് ഭക്ഷണം കൊടുത്താലും ചെറുതിലേ അങ്ങനെയായിരുന്നു. അതേസമയം മറ്റു 3 പേരെന്ന് വെച്ചാൽ പച്ചക്കറി ഇഷ്ടമല്ല, പിന്നെ ശർക്കര അതായത് പായസം കഴിച്ചിട്ടില്ലാത്ത 3 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഓസി, ഇഷാനി, ഹൻസിക. ഓസി ചെറുതിൽ എന്തോന്നോ വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ കാണിച്ചു കളഞ്ഞൊരു ആക്ഷൻ. അങ്ങനെ ഇഷാനി തൊട്ടില്ല. ഹൻസിക വളർന്നു വന്നപ്പോൾ ഇഷാനി എന്തോ കാണിച്ചു കൊടുത്തു. കഴിക്കലടാ എന്ന് പറഞ്ഞു. അവർ കഴിച്ചിട്ടേ ഇല്ല. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പം കണക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ എന്നല്ല, അതൊരു ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ദുബായ് വ്ളോഗ്, എല്ലാവരും കൂടെ ദുബായിൽ പോയിട്ട് സിന്ധു ചേച്ചി ഇട്ടിട്ടുണ്ട് ദുബായ് വ്ളോഗ്, അഹാന ഇട്ടിട്ടുണ്ട്, ഇഷാനി ഇട്ടിട്ടുണ്ട്, ഹൻസിക്ക് ഇട്ടിട്ടുണ്ട് ഇൻ മൈ ഐസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു സ്ഥലം തന്നെ 4 പേര് കവർ ചെയ്യാണ്. ഈ 4നും വ്യൂ ഉണ്ട്, ഈ 4 കാണാനും ആൾക്കാരുണ്ട്. ഒരു സെയിം സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്കതൊരു അത്ഭുതമല്ലേ കാണുമ്പോൾ? നമ്മുടെ മിമിക്രിയുടെ ആൾക്കാർ പറയില്ലേ, ഒരേ ഡയലോഗ് തന്നെ പ്രേം നസീർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ആൾക്കാർക്കും ഒരേ സംഭവമാണെങ്കിലും വ്യത്യസ്തമായിട്ട് ആൾക്കാർ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞാൽ ഞാൻ സിനിമയിൽ ഒരു സ്റ്റാർഡം വഹിച്ച ഒരാളല്ല. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ എന്നും ഒരു സ്ട്രഗിളറായിരുന്നു സിനിമയിൽ. അങ്ങനെ ഒരു സ്ട്രഗിളറായ ഒരാളുടെ കുടുംബത്തിനോട് ഇത്ര ഇഷ്ടം വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര വലിയൊരു അനുഗ്രഹമാണെന്ന്. കാരണം ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നു, അതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ആൾക്കാർ എവിടെയും ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഞാനത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ആൾക്കാർ വരും, കൊച്ചു കുട്ടികൾ വരെ വന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും. ഞാൻ നിന്ന് കൊടുക്കും, കുറേ നേരം നിന്ന് ഫോട്ടോ എടുക്കും. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു സുലഭമായൊരു അവസരമാണ്. ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാൾ. ഇതൊക്കെ ആൾക്കാർ നോക്കും, ചിരിക്കും. ചിലർ അഭിപ്രായം പറയുമായിരുന്നു, പണ്ട് മോശം പറയും, ഇപ്പോൾ 100% ആൾക്കാരും നല്ലതാവുമെന്ന് പറയും. അഥവാ അതിൻ്റെ മോശം കമൻറ്റ് ഞാൻ ചിലർക്ക് മറുപടി പേഴ്സണലി അയക്കും. ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരും. അയ്യോ ചേട്ടാ, ഞാൻ നിങ്ങളെയൊന്നും കണ്ടിട്ടില്ല, അന്നേരത്തെ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ എഴുതിയതാണ്. ഞാൻ ഒരിക്കലും ദേഷ്യം വെക്കരുത്. ദേഷ്യം നിങ്ങൾക്കാണ് നഷ്ടം വരുത്തുന്നത്. കാരണം എനിക്കിപ്പോൾ ശ്രീനിധിയിലത്തൊരു ദേഷ്യം വന്നാൽ ശ്രീനിധിയെ കാണാൻ കിട്ടുന്നില്ല, എന്തെങ്കിലും കൈ കിട്ടിയിട്ടുണ്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കത്തുന്ന കനൽക്കട്ട എടുത്ത് കൈ വെച്ചിരിക്കുന്ന പോലെ നിങ്ങളെ കാണുമ്പോഴേക്ക് എറിയാൻ പറ്റൂ. അത്ര നേരം എന്താ സംഭവിക്കുന്നത്, എൻ്റെ കയ്യെ പൊള്ളുന്നത്. അതുകൊണ്ട് ആരോടും നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നഷ്ടം നമുക്കാണ്. കാരണം അവൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുക, അവൻ അവിടെ അടിച്ച് പൊളിച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളിവിടെ വെന്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സിന്ധു ചേച്ചിയുടെ വീഡിയോ ഇടുമ്പോഴും അതിന്റെ താഴെ വരും കേക്ക ചേട്ടനോട് ഒരു വീഡിയോ ഇടാൻ പറ, ഒരു വ്ളോഗ് ഇടാൻ പറ എന്ന് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ആക്ച്വലി ക്യൂരിയസ് ആണ് ഒരാൾ ഇടുന്ന വ്ളോഗ് ഏതാണെന്ന് കാണാനായിട്ട്. വലിയൊരു ഭാഗ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്നു. വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വ്ളോഗ് കണ്ടാൽ പോരെ, ഒരേ സംഭവം തന്നെയല്ലേ. ജപ്പാനിൽ പോകുന്നു, വേറെ ജപ്പാനൊന്നും കാണിക്കുന്നില്ലല്ലോ, അതേ ജപ്പാൻ തന്നെയാണല്ലോ. നീ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചിലപ്പോൾ 1000 വട്ടം ഭാഗ്യവും അനുഗ്രഹം എന്ന് പറയും കേട്ടോ. അതെൻ്റെ ഒരു ശീലമായി പോയി, അങ്ങ് ക്ഷമിക്കുക. ഇവരുടെ ഓരോരുത്തരുടെയും വ്ളോഗിങ് സ്റ്റൈല് സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സാർ കാണുന്നത്? ഓരോരുത്തർക്കും എന്തായാലും ഓരോ വ്ളോഗിങ് സ്റ്റൈലാണല്ലോ. ഓരോരുത്തരുടെയും ഒരു വ്ളോഗിങ് സ്റ്റൈൽ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ്? എല്ലാവരും വ്യത്യസ്തരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഒരാൾ പോലും മറ്റൊരാളെ പോലും ഇല്ല. ഇരട്ടകൾ, ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നവർക്ക് പോലും 2 തരത്തിലുള്ള കോർണിയ, 2 തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റ് ആണല്ലോ. അപ്പോൾ വ്യത്യസ്തരാണ്. സിന്ധു എന്ന് വെച്ചാൽ അതിനുവേണ്ടി സമയം ചിലവഴിക്കാറില്ല. കാരണം പറ്റുന്നില്ല. കാരണം അവളത് എല്ലായിടത്തും സർവ്വവ്യാപി പോലെയാണ്. ദിയയുടെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കാണും, അമ്മുവിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ബോംബെ കാണും,
ഇഷാനി എറണാകുളത്ത് ഷൂട്ടിങ്ങിന് അവിടെ കാണും. ഇത് കഴിഞ്ഞ് ഓമിയെ കുളിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെയും സിന്ധു ഉണ്ട്. അപ്പോൾ സിന്ധു ഇങ്ങനെ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും കാണും. അതിൻ്റെ ടെൻഷനും കാണും. വിജു കിടന്ന് ചുമ്മാ എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കല്ലേ, ഞാൻ ഓമിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ സിന്ധുവിൻ്റെ ഇടയിൽ കൂടി എപ്പോഴൊക്കെയോ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കും, എന്നിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കണത്തിന് ചുമ്മാ സംസാരിക്കും, അതെല്ലാം കൂടെ എടുത്ത്. ഇതാണ് സിന്ധുവിൻ്റെ ഒരു വ്ളോഗ്. രാത്രിയാകുമ്പോൾ ടെൻഷൻ, ഇനി എന്നെ വിളിക്കട്ടെ, എനിക്കിത് എഡിറ്റ് ചെയ്ത് തീർക്കണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു വ്ളോഗ് ഉണ്ടാക്കും. അമ്മ പിന്നെ ഇങ്ങനെയല്ല, കുറേ ഇരുന്ന് ആലോചിക്കും, എന്തൊക്കെയോ നോട്ട് എഴുതി വയ്ക്കും. അവൾക്ക് തോന്നുന്ന സമയത്ത് അവളൊരു വ്ളോഗ് ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുന്നത് ഒരു ഭംഗിയായിരിക്കും, ഒരു പ്രൊഫഷണൽ ഒരു സിനിമയുടെ ലുക്ക് വരും. ഓസിക്കും അങ്ങനെയൊന്നും വേണ്ട, ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അപ്പച്ചി ഈ മാങ്ങ ആര് വാങ്ങിച്ചത്, അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്ന്, ആണോ പുളിയുണ്ടോ, ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ കാണില്ല. അവിടെ നിന്ന് മാങ്ങയൊക്കെ പൂണിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും വാരി വിതറിയിട്ട് അവളൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് പറയും, ഈ മാങ്ങ നമ്മുടെ ഉപ്പും മുളകും മാത്രം ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് പപ്പടവും ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ മുക്കി കഴിച്ച് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ഒരു വ്ളോഗായി. അത് അവളുടെ രീതി. അപ്പം ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റും ക്രൂവും പോവുക. പെട്ടെന്ന് ഇങ്ങനെ പൈലറ്റിനെ തിരിഞ്ഞു നോക്കിയിട്ട്, ഓസിയുടെ അച്ഛനല്ലേ നോക്കണം, കൃഷ്ണകുമാറെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ മലയാളിയാ, അല്ലെ പിന്നെ ഓസിയുടെ അച്ഛനെ ഞാൻ ചോദിക്കുമെന്ന് ചോദിച്ചു. ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് ഇവളുടെ വ്ളോഗ് വലിയ ഇഷ്ടം കേട്ടോ, ഞാൻ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡി ആയി മുകളിൽ പോയി ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇവളുടെ വീഡിയോസ് കണ്ട് ചിരിക്കാറുണ്ടെന്ന്. അപ്പോൾ അതിന് അങ്ങനത്തേതായൊരു ഓഡിയൻസ് ഉണ്ട്. ഇഷാനിയും ചില ടെൻഷൻ്റെ ആവാം, ഭയങ്കര ടെൻഷനാണ്, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ ഭയങ്കര സത്യസന്ധയാണ്, കള്ളമേ പറയത്തില്ല. അവൾക്ക് വ്ളോഗ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തെങ്കിലും എന്തോ അച്ഛൻ ശബ്ദം ഉണ്ടാക്കും. ഞാനൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടില്ല, അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നുണ്ട്, അച്ഛൻ ഫോണൊന്നും സൈലൻ്റ് ആക്കൂ, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ അവളുടെ വ്ളോഗിനകത്ത് ഒരു സത്യസന്ധമായൊരു ഫീല് കാണും. കാരണം അയാൾ ഒന്നും ഉള്ളതേ പറയത്തുള്ളൂ. ഹൻസിക എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻറ്റ്. അവൾക്ക് കോളേജിലെ കുറേ ഫ്രണ്ട്സ്, അവരെ പിടിച്ചിരുത്തുന്നു. ഇപ്പോഴത്തെ കുറേ വാക്കുകളുണ്ടല്ലോ, വൈബ്, സെറ്റ്, ഇങ്ങനെ കുറേ പുതിയ പുതിയ വാക്കുകൾ. അങ്ങനെ ഒരു ഗ്യാങ്ങുമായിട്ട് പോയി ഒരു വീഡിയോ എടുക്കുന്നു. പിന്നെ അവളിങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായൊരു ബോഡിയാണ്, ചുമ്മാ ഡാൻസ്, ബഹളം, അതങ്ങനെ ഒരു ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എല്ലാവരുടെയും വ്ളോഗ്സ് കാണാറുണ്ടോ? മുഴുവനായിട്ട് കാണാറില്ല, എങ്കിലും ഇവർ ഇടുന്ന സമയത്ത് ഞാനൊന്ന് പോയി നോക്കും, ഓടിച്ച് നോക്കും. ഇഷ്ടമാണ് അവരുടെ വ്ളോഗ്, പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയൊരു കമൻറ്റ് ഇട്ടേക്കുക. അതങ്ങനെ ഒരു പോക്കാണ്. ഓക്കെ. അപ്പം സാറ് ആക്റ്റീവായിട്ട് വ്ളോഗിങ്ങിലോട്ട് നിൽക്കാത്തത് പാർട്ടിയും ഇലക്ഷനും തിരക്കും ഒക്കെ കൊണ്ടാണോ? എനിക്ക് മൾട്ടി ടാസ്കിങ് അറിയാമെങ്കിലും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്കിടയ്ക്ക് ഫോണിലോട്ട് പോകാൻ സംസാരിക്കാം, 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകാം. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ ഈ കാര്യത്തിലും സിൻസിയറായിട്ട് പറയാൻ പറ്റത്തില്ല, ഈ ഫോണിലും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് ഒരു കാര്യമേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ രാവിലെ ഓഫീസിൽ വരും, മണ്ഡലത്തിൽ ധാരാളം മരണം, മറ്റ് കല്യാണ ചടങ്ങുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ, അപ്പോൾ അതിനെല്ലാം ഇറങ്ങും. പിന്നെ ആരെങ്കിലും വരുന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കും, ഇതിങ്ങനെ രാത്രി വരെ അങ്ങ് പോകും. അപ്പോൾ വ്ളോഗ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ടിരുന്ന് അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് എൻ്റെ ഒരു ഭംഗി എന്നാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്.